മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയില്ല, ലോക്കറ്റ് കിട്ടിയില്ല, ലോക്കറ്റ് കിട്ടിയിട്ടാ. ഇതാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ. ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ. നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കാൻ. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര്. എൻ്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാര് മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളിലും, പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നല്ല കേട്ടോ. 32 വയസ്സുകാരിയായ ഷാജിദ ഒരു 26 വയസ്സുകാരനായ ഒരു കൊച്ചു പയ്യനെ വിവാഹം കഴിക്കുന്നതിൽ ആർക്കാണ് ഇവിടെ പ്രശ്നം? നിങ്ങൾക്കുണ്ടോ പ്രശ്നം? ഉണ്ടെങ്കിൽ മനസ്സ് വെച്ചിരുന്നാൽ മതി കേട്ടോ. അത് ഷാജിദയ്ക്ക് ഒരു പ്രോബ്ലവും ഇല്ല, അതിന്റെ ആവശ്യവും ഇല്ല. ഏജ് ഡിഫറൻസ് ആയിട്ടുള്ള ആളുകൾ എത്രയോ പേര് വിവാഹം ചെയ്തിരിക്കുന്നു. നമ്മുടെ സെലിബ്രിറ്റീസുകളെ എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയൂടെ. ഉദാഹരണം തന്നെ നമ്മുടെ രജനീകാന്തിന്റെ മരുമകനായ ധനുഷും മകൾ ഐശ്വര്യയും, ഇവർ തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറും വൈഫും തമ്മിൽ ഏജ് ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പൊ പിന്നെ ഇത്രയും നല്ല സെലിബ്രിറ്റികൾ തമ്മിൽ ഇവർക്ക് ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഷാജിദയ്ക്ക് ആയിക്കൂടാ? ഓക്കെ, അപ്പൊ ആ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഷാജിദയുടെ അടുത്ത് പോയത് ഒട്ടും ശരിയായിട്ടില്ല. ഓക്കെ, അതിനുള്ള മറുപടി തന്നെ ഷാജിദ വീഡിയോയിലൂടെ പറയുന്നുമുണ്ട്. എന്തായാലും ഷാജിദ കൊച്ചു പയ്യനെ വിവാഹം കഴിച്ച ഏതോ ഒരു തള്ളയ്ക്ക് അസൂയ വന്നു എന്നാണ് നമ്മളെ ഷാജിദ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും ഷാജിദ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മെയിനായിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയില്ല, ലോക്കറ്റ് കിട്ടിയില്ല, ലോക്കറ്റ് കിട്ടിയിട്ടാ. ഇതാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടോ. ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടിയുള്ളൂ. നിനക്ക് എന്താ കുറച്ച് പ്രായമായ കല്യാണം കഴിക്കാൻ. ഞാൻ പറയട്ടെ, ഞാൻ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം? ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ? എനിക്കിപ്പോൾ 32 വയസ്സ്, ഒരു 26, 27 വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കണതിൽ എന്താ പ്രശ്നം? അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാര്. എന്തായാലും അസൂയ പിടിച്ച തള്ളന്മാരൊന്ന് നോക്കിയിരിക്കുക. വെറുതെ കയറി ഷാജിദയെ കുത്താൻ നോക്കരുത്. ഓക്കെ, നിങ്ങൾക്കൊക്കെ അസൂയ കൊണ്ടാണ് ഷാജിദയോട് ഈ ഒരു കാര്യം ചോദിച്ചത്. അപ്പൊ ഈ ഒരു കാര്യം പറയാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഷാജിദ ഓൾറെഡി ഷാജിദയുടെ പ്രൊഫൈൽ, അതായത് കമ്മ്യൂണിറ്റിയിൽ തന്നെ ഫോൺ നമ്പറും അതുപോലെ വീട്ട് അഡ്രസ്സും എല്ലാം കൊടുത്തു വെച്ചിട്ടുണ്ട് അല്ലേ? അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ തന്നെ ഒരു സബ്സ്ക്രൈബർ എന്ത് ചെയ്തു, ഈ ഒരു ഫോൺ നമ്പർ എടുത്ത് ഷാജിദയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് ചോദിച്ചു, എന്തിനാ ഇത്രയും പ്രായം കുറഞ്ഞ ഒരു ചെറിയ ചെക്കനെ വിവാഹം കഴിക്കുന്നത്? കാരണം നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഷാജിദ നേരത്തെ തന്നെ കുറെ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ലവിന്റെ സ്മൈലിയും അങ്ങനെ തന്നെ കുറെ സ്മൈലുകൾ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയോണം അത് തന്നെയാണ് നമ്മുടെ ഷാജിദയുടെ സെക്കൻഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ കാണുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രായം കുറഞ്ഞ ഒരു കൊച്ചു പയ്യനായിട്ടാണ് തോന്നിയത്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വിളിച്ച വ്യക്തി ചിലപ്പോൾ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു വല്യമ്മയോ, എനിക്ക് തോന്നുന്ന ഏജ്ഡ് ആയിട്ടുള്ള ആരും ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവും. കാരണം അവർക്കാണ് ഇത് ഇങ്ങനെ സംസാരിക്കാനുള്ള ഇത് വരുന്നത്. കാരണം പ്രത്യേകിച്ച് നമുക്ക് തന്നെ അറിയാമല്ലോ, ചില ഈ ഷാജിദയുടെ സ്നേഹം കൊണ്ടായിരിക്കും അവർ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മോളെ നിനക്ക് നിന്റെ സമപ്രായത്തിലുള്ള ആരെങ്കിലും കെട്ടിക്കൂടായിരുന്നോ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ഏജ് ഡിഫറൻസ് ഉള്ള ആളുകൾ ഇത്രയും കൊച്ചു പയ്യനെ എന്തിനാ കെട്ടിയത് എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ ചോദിച്ച തള്ളയ്ക്ക് അസൂയ എന്നാണ് നമ്മുടെ ഷാജിദ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ശരി, അത് ഷാജിദയുടെ ഇഷ്ടം എന്നാണ് ഷാജിദ അതിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വീഡിയോയിൽ ഷാജിദ പറയുന്ന കേട്ടാൽ തോന്നും ഭയങ്കരമായിട്ട് അഹങ്കാരം പിടിച്ച രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാം അത് തന്നെയാണ്. അത് പ്രേക്ഷകർ അവരുടെ കമന്റ് ബോക്സിലൂടെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ഷാജിദ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. അതിനുള്ള കാരണങ്ങളുമുണ്ട്, അത് പിന്നാലെ നമുക്ക് മനസ്സിലാകും കേട്ടോ, എന്തുകൊണ്ടാണ് പുള്ളിക്കാരത്തി ആ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തത്. എന്തായാലും ഓഫ് ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ നന്നായിട്ട് പൊങ്കാല തന്നെ കിട്ടുമായിരുന്നു. അത്രയ്ക്കുള്ള വകയുണ്ട് ആ ഒരു വീഡിയോയിൽ. എന്തായാലും നമുക്ക് ബാക്കി കൂടെ ഒന്ന് കേട്ടു നോക്കാം. ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത്. അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം, ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ്, ഓരോ ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും. 100% ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാർ നടക്കുന്നത്. അപ്പം സ്വയം ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണോ ഷാജിദ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്? അതായത് ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക്
കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ആന്റിമാരെയാണ് ഇഷ്ടം എന്നുള്ള രീതിയിൽ നമ്മുടെ ഷാജിദ പറയുന്നുണ്ട്. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണെന്ന് തറപ്പിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ചെക്കന്മാരെല്ലാം കല്യാണം കഴിഞ്ഞ ലേഡീസുമായിട്ട് റിലേഷൻഷിപ്പിലാണ് എന്ന് നമ്മുടെ ഷാജിദ നല്ല ഉറപ്പിച്ച് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഉറപ്പിക്കലിന്റെ പിന്നിലും എന്താണെന്ന് അറിയില്ല. എന്തായാലും അടുത്ത നമുക്ക് കേട്ടു നോക്കാം. എന്റെ കസിൻസ് തന്നെ പറയുന്നുണ്ട് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാര് മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. കുറച്ചുകൂടി ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികളായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നല്ല കേട്ടോ. അപ്പം ദേ കിടക്കുന്നു ഷാജിദയുടെ കസിൻസ്മാർക്ക് പോലും പറയുന്നത് അവർക്കും ഈ ആന്റിമാരെ മതിയെന്ന്, അവർക്ക് കൊച്ചു പിള്ളേരെയൊന്നും വേണ്ട, ആന്റിമാരെ കല്യാണം കഴിച്ചാൽ മതി എന്നാണ് നമ്മുടെ ഷാജിദയുടെ കസിൻമാർ പറയുന്നത്. എന്നിട്ട് അതിനിടയിൽ തന്നെ പെൺകുട്ടികളെ കൂടെ പറയുന്നുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം ഷാജിദയുടെ വാക്കുകൾ എന്താണെന്നുള്ളത്. അതിൽ ഇത്ര പെർഫെക്റ്റ് നമ്മൾ 92-ലെ പെൺകുട്ടികളെ എന്താ പറയുക പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട്. അവരും പ്രായമുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നുണ്ട്, അല്ലാത്തവരെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ്. അവരവിടെ ഉണ്ടാവും, നമ്മളിവിടെ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സംഭവം അങ്ങനെയൊന്നല്ല. ഇപ്പൊ ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റാണ്, പിന്നെ എല്ലാം കഴിയും. ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല, ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല. പിന്നെ ഇപ്പൊ പറയാ ഇപ്പൊ വളർന്നു വരുന്ന 7ാം ക്ലാസ് 6ാം ക്ലാസ് നമ്മളൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി മെച്ചൂരായിട്ട് 8, 9 ആയിരിക്കും ചിലപ്പോൾ നമ്മളുടെ എന്താ പറയുക ഫസ്റ്റ് ലവ്. ഇതൊക്കെ ആർക്കും ലവ് ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് പറയണ്ട, ഞാനൊന്നും സ്നേഹിച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല. കാണാൻ കുറച്ച് കൊള്ളാവുന്നതല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ കാണുമ്പോൾ എന്താ പറയുക കുറ്റം പറയല്ല കേട്ടോ. പൊതുവെ അവർക്ക് ആര് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതാണ്, പേടിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ പെൺകുട്ടികളും പെർഫെക്റ്റ് അല്ല എന്നാണ് പറയുന്നത്. പണ്ടത്തെ കാലത്തെ പെൺകുട്ടികൾ വളരെ സൗമ്യമായിട്ട് നാണം കുടുങ്ങി ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന പെൺകുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയല്ല എന്നാണ് ഷാജിദ പറയുന്നത്. ഷാജിദ ഈ പറഞ്ഞ കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. നമുക്കറിയാലേ പണ്ട് കാലത്തെ പെൺകുട്ടികൾ വളരെ സൗമ്യതയും, അതായത് ഒരു ശബ്ദം ഇവരുടെ വായിൽ ഒരു ശബ്ദം ഉണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. ഒരു 4 ചുമരുകൾക്കുള്ളിൽ തന്നെയായിരുന്നു അവരുടെ ആ ഒരു സംസാരം എല്ലാം കേട്ടോണ്ടിരുന്നത്. അങ്ങനെ തന്നെയായിരുന്നു പെൺമക്കളെയും എല്ലാവരും അപ്പൊ ആ ടൈമിൽ വളർത്തിയിരുന്നതും. ആ ഒരു ടൈമിൽ ഇതുപോലെ പെൺകുട്ടികൾക്കെതിരെ നടക്കുന്ന കുറെ ക്രൈംസ് ഒന്നും നമ്മൾ കേൾക്കത്തില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ പെണ്ണൊന്നുമില്ല ആണെന്നുമില്ല, ഇപ്പോഴത്തെ ആ ഒരു യങ്സ്റ്റർ ഏജ് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഷാജിദ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? ആ ഒരു കാര്യം ഞാൻ ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ തന്നെ പറയുക. കാരണം ഇതിന്റെ കൂടുതൽ ഇനിയൊന്നും എനിക്ക് പറയാനില്ല. എന്തായാലും പുള്ളിക്കാരത്തെ ആ കമന്റ് ബോക്സ് ഓഫ് ചെയ്തത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു തെറിയ അഭിഷേകം തന്നെ കിട്ടുമായിരുന്നു ഷാജിദയ്ക്ക്. ധൈര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഷാജിദ ഈ ഒരു കമന്റ് ബോക്സ് ഓഫ് ചെയ്തത്. എന്തായാലും ഷാജിദയുടെ വീക്ഷണം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എന്തായാലും ഇപ്പോഴത്തെ ആമ്പിള്ളേർക്ക് കല്യാണം കഴിച്ച ആന്റിമാരാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞല്ലോ. പ്രത്യേകിച്ചും ഷാജിദയുടെ കസിൻമാർക്ക് വരെ അതാണ് ഇഷ്ടമെന്ന്. എന്തായാലും സ്വന്തമായിട്ടൊരു ന്യായീകരണത്തിന് വേണ്ടിയിട്ടാണോ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്? ഇപ്പോഴത്തെ കാലത്തെ ആമ്പിള്ളേർക്ക് ഇങ്ങനെ ഏജ് ആയിട്ടുള്ള ആന്റിമാരെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞാല് എന്തുദ്ദേശിച്ചാണ് നമ്മുടെ ഷാജിദ പറയുന്നതെന്ന് അറിയില്ല. അത് ഉണ്ടാകുമായിരിക്കും, പക്ഷെ അത് റെയറാണ്. അങ്ങനെ എല്ലാ ആമ്പിള്ളേരും അങ്ങനെയാണോ? അല്ല. അവരും ശാലീന സൗന്ദര്യമുള്ള പെൺകുട്ടികളെ തന്നെയാണ് അന്വേഷിച്ചും ഒരു ജീവിത സഖിയാക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ എന്താ പറയണേ കല്യാണം കഴിഞ്ഞവരുമായിട്ടൊരു റിലേഷൻഷിപ്പിൽ കൊണ്ടുപോവുക അങ്ങനെ ഒരു ചിന്താഗതിയൊക്കെ, അതായത് 100-ൽ 1% ആളുകളായിരിക്കും അങ്ങനെ ഉള്ളത്. ഓക്കെ, അപ്പം അത് എല്ലാം അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എന്തായാലും ഷാജിദ പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾക്ക് എത്രമാത്രം യോജിപ്പുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.